യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? സുഖം തന്നെയല്ലേ? സുരക്ഷിതരായിരിക്കുന്നുവോ നിങ്ങൾ? നാം ദുഷിച്ച ലോകത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അവസാന കാലം, ദുരിതങ്ങളുടെ കാലമാണ് എന്ന് വചനം പറയുന്നു. പല ആപത്തുകളും നമ്മെ വളഞ്ഞിരിക്കുന്നു. ദുഷ്ടരായ ജനങ്ങളും നമ്മുടെ അടുത്ത് തന്നെയുണ്ടാകും. നമുക്ക് തിന്മയുണ്ടാക്കുവാനും ഏതെങ്കിലും വിധത്തിൽ നമ്മെ ശല്യപ്പെടുത്തുവാനും. അതുകൊണ്ട് നാം സുരക്ഷിതരായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിന് ദൈവം ഒരു വാക്യം തരുന്നു. യിരെമ്യാവ് 1:8 നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. എന്റെ മകനെ, എന്റെ മകളെ, നിന്നെ സംരക്ഷിക്കുവാനായി ഞാൻ നിന്റെ കൂടെയുണ്ട്. ഈ ലോകത്തിൽ മറ്റെല്ലാത്തിനേക്കാളും വലിയ സുരക്ഷ യേശുവാണ്. കാരണം യേശു നമ്മെ മക്കളെപ്പോലെ സ്നേഹിക്കുന്നു. അതിനാൽ നമ്മെ കാത്തു സൂക്ഷിക്കുന്നതിൽ ശ്രദ്ധയോടെയിരിക്കുന്നു. ഒളിച്ചു നിന്ന് ആക്രമിക്കുന്ന പിശാചിന്റെ ക്രിയകളായിരിക്കാം, കൂടെയിരുന്ന് കുഴി തോണ്ടുന്ന ദുഷിച്ച ജനങ്ങളായിരിക്കാം. ആര് മുഖേന നമുക്ക് ആപത്ത് വന്നാലും അതിലകപ്പെടാതെ നമ്മെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അമേരിക്ക എന്ന നാട്ടിൽ, നമ്മുടെ നാട്ടിലും മറ്റു നാടുകളിലുമുള്ളതുപോലെ പുലി, സിംഹം, ആന അങ്ങനെയുള്ള മൃഗങ്ങളൊന്നും തന്നെയില്ല. പക്ഷേ കരടികൾ ധാരാളമുണ്ട്. ഇവിടെ ഞാൻ കരടികളെ ഒരുപാട് കണ്ടിട്ടുണ്ട്. കരടിയുടെ കുട്ടികൾ ഇല്ലേ, അവയോടൊപ്പമാണ് കരടികൾ വരാറ്. കരടിക്കുട്ടികൾ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടില്ല. കാരണം അമ്മ കരടി തന്റെ മക്കളെ സംരക്ഷിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധിക്കുന്നു. കുട്ടികൾ ഉള്ള സ്ഥലത്ത് മനുഷ്യർ ചെല്ലുമ്പോഴേ കരടി ആക്രമിക്കും എന്ന് പറയുന്നു. അല്ലാത്തപ്പോൾ അതൊന്നും ചെയ്യില്ല. കുട്ടികൾക്ക് ആപത്തേർപ്പെട്ടാൽ കരടികൾ മുരടന്മാരാകും. ഏതൊരു മനുഷ്യനെയും അത് കീറിപ്പൊളിച്ചു കളയും. അതുപോലെയാണ് ദൈവവും. തന്റെ മക്കളാകുന്ന നമ്മുടെ മേൽ വളരെ കരുതലുള്ള ദൈവമാണവൻ. നമുക്കൊരാപത്ത് വന്നാൽ ദൈവം ചീറിക്കൊണ്ടുവരും. ദൈവത്തിന്റെ മക്കളെ തൊടാൻ സാധിക്കില്ല. നിന്നെ തൊടുന്നവൻ ദൈവത്തിന്റെ കൃഷ്ണമണി തൊടുന്നു എന്ന് പറഞ്ഞിട്ടില്ലേ? അങ്ങനെ നമ്മെ സംരക്ഷിക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്. പിന്നെന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. നിങ്ങൾ വസിക്കുന്ന സ്ഥലവും ജോലി ചെയ്യുന്ന സ്ഥലവും നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലത്തുമെല്ലാം നിങ്ങൾക്ക് ആപത്തുണ്ടാക്കാനായി ദുഷ്ടന്മാർ നിങ്ങളുടെ നേരെ വന്നാലും ദൈവം നിങ്ങളെ സംരക്ഷിക്കും. ദൈവത്തിന്റെ സംരക്ഷണം നിങ്ങൾക്കുണ്ടായാൽ മതി. ആർക്കും നിങ്ങളെ ഉപദ്രവിക്കാൻ സാധിക്കില്ല. വിശ്വസിക്കൂ, എന്നെ സംരക്ഷിക്കുന്ന എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. എന്നെ സംരക്ഷിക്കുമെന്ന് വിശ്വാസത്തോടെ പറയൂ. ദൈവമേ, എന്നെ സംരക്ഷിക്കുവാനായി അങ്ങ് എന്നോടൊപ്പം ഉള്ളതിനായി അങ്ങേക്ക് സ്തോത്രം. കണ്ണിന്റെ കൃഷ്ണമണിയെപ്പോലെ എന്നെ സംരക്ഷിക്കുന്നു. ഒരു തിന്മയ്ക്കും എന്നെ തൊടാനാവില്ല, ഉപദ്രവിക്കാനാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.